എന്നിട്ട് ഞാൻ അവളോട് കുറച്ച് ഫോട്ടോസ് ചോദിച്ച്. അത് കുറച്ച് മറ്റേ ഫോട്ടോസ് ആയിരുന്നു. മറ്റേതോ? അത് തന്നെ. പക്ഷെ ഒരു ദിവസം അവളുടെ അമ്മളുടെ ഫോണിൽ നിന്ന് ആ ഫോട്ടോസ് വെക്കി ആകെ സീനായി. എടാ നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം ഇതാണ്. ഏതെങ്കിലും ഒരു പെണ്ണൊന്ന് ഇഷ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഫോട്ടോ ചോദിക്കും. ഒന്ന് തെറ്റിയാലോ ഫോട്ടോ നെറ്റിലിടുക, തോക്കെടുക്കുക, ആസിഡ് ഒഴിക്കുക. എന്നിട്ട് അതിനുശേഷം 1-2 വട്ടം ഞാൻ അവളെ കാണാൻ ശ്രമിച്ചു. സ്കൂൾ വരെയൊക്കെ പോയി നോക്കി. പക്ഷെ സ്കൂളിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ച് അവരത് പോലീസ് കേസാക്കുമെന്ന് പറഞ്ഞു. പോലീസ് കേസോ? എന്തിന്? അവൾക്ക് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പോക്സോ. അങ്ങനെ അവളുടെ അപ്പം കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ തന്നെ എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ അപ്പൻ എൻ്റെ ഭാവി ഓർത്ത് എവിടെ നിന്നൊക്കെയോ നുള്ളിപ്പറിക്കി ആ പൈസ കൊടുത്ത് ഒത്തീർപ്പാക്കി. എല്ലാം സോൾവ് ആയല്ലോ, പിന്നെന്താ പ്രശ്നം? ഏട്ടാ, എൻ്റെ കഥ ഇൻട്രല്ലായിട്ടുള്ളൂ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എൻ്റെ അപ്പൻ എന്നെ ഒന്ന് വഴക്ക് പറയുകയോ തല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏട്ടനറിയോ, ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് 6-7 മാസമായി. ഇതിനിടയിൽ 1-2 വട്ടം അവളെന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കുക. പക്ഷെ ഒരിക്കൽ പോലും അവളെ കാണാനോ വിളിക്കാനോ ഞാൻ നിന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അവളുടെ വീട്ടിൽ നിന്ന് വീണ്ടും വിളിച്ചു. ഹലോ ഹലോ, ഞാൻ പറയുന്നൊന്നും കേൾക്കണം. ഞങ്ങൾക്ക് ഇതിൽക്കുള്ളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. ഹലോ ഹലോ. എന്താ എന്താ ഏട്ടാ? അവരാ വിളിച്ചേ. ആര്? ആ പെങ്കൊച്ചിന്റെ. അവർക്ക് 10 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ അവരെ കേസ് കൊടുക്കുമെന്ന് തന്നെ പറയുന്നേ. ഉണ്ടായിരുന്ന എല്ലാം നുള്ളിപ്പെറുക്കി എടുത്തിട്ട് അവർക്ക് 5 ലക്ഷം കൊടുത്ത്. ഇനിയിപ്പൊ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അവർക്കൊരു മര്യാദയില്ലേ? അവരെ പറഞ്ഞിട്ട് എന്താടി കാര്യം? അവരാ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോന്റെ ഭാവിയാ പോകാൻ പോകുന്നത്. അപ്പൊ പിന്നെ അവരെന്ത് ചോദിച്ചാലും നമ്മൾ കൊടുത്തേ പറ്റൂ. പക്ഷേ എങ്ങനെ ഇത്ര? എനിക്കറിയില്ല. എന്റെ ദൈവമേ, ഈ കുരുത്തം കിട്ടാൻ കാരണം ഒരു സമാധാനം ഇല്ലാണ്ടായല്ലോ. ഭാരതി, നീ വിഷമിക്കണ്ട. അപ്പനല്ലേ നിന്റെ കൂടെ. ഞാൻ എങ്ങനെയെങ്കിലും അവർക്ക് പൈസ എത്തിച്ചു കൊടുക്കൂടാ. അപ്പൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കേറെ കേസ് കൊടുക്കാൻ സമ്മതിക്കൂടാ. നീ വെറുതെ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ. പരീക്ഷ അടുത്ത് വരാൻ പോയല്ലേ, നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കേ. പിന്നെ ഫോണിന്റെ കാര്യമല്ലേ, അതും പരീക്ഷ കഴിയുമ്പോ അമ്മ തിരിച്ചു വരുവാടാ. കേട്ടാ, ഉഷാറായിട്ടിരിക്കേ. ആ മോഹനാ, നാളെ 11 മണിക്ക് ഒരു വീടും സ്ഥലം നോക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ പറഞ്ഞ വിലക്ക് കച്ചവടം ഉറപ്പിക്കാം. ഹലോ ഹലോ മോഹനാ, ഹലോ ഹലോ. ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ കാരണം നിങ്ങൾക്ക് സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
നിങ്ങളിനി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കരുത്. അത് വെറും കല്ലാണ്. അല്ലായിരുന്നെങ്കിൽ എന്നെപ്പോലൊരു മകൻ നിങ്ങൾക്ക് ജനിക്കില്ലായിരുന്നു. ഞാൻ പോവാ. ഞാൻ കാരണം നിങ്ങൾ ഇനി വിഷമിക്കില്ല. അച്ഛ, അമ്മ. അവൻ്റെ അച്ഛൻ 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി ആ മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഇനി ഏട്ടൻ തന്നെ പറ, ഞാൻ മരിക്കണേനല്ലേ നല്ലത്? വിട്. എടാ, നമ്മുടെയൊക്കെ ലൈഫിൽ ദൈവം ആദ്യം കുറേ സങ്കടങ്ങൾ മാത്രമേ തരൂ. അതൊക്കെ അതിജീവിച്ച് ചെല്ലുമ്പോൾ പുള്ളി നമുക്ക് വേണ്ടി വലിയ വലിയ സന്തോഷങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ആ സന്തോഷങ്ങളിൽ നമുക്കുണ്ടായ സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ വെറും തമാശകളായിട്ട് മാത്രമേ തോന്നൂ. ഡയറക്ടർ സാഹിത്യമൊക്കെ ഇറക്കി തുടങ്ങിയില്ല. പോടാ നീ എണീക്ക് പോ. എങ്ങോട്ട്? അതൊക്കെ പറയാം, നീ വാ. പോ. ഈ കോലത്തിലാ? പെട്ടെന്നിറങ്ങ്, സമയാവാറായി. ഒരു ജോഡി ഡ്രസ് ഓർഡർ എടുത്തോ. ദീർഘവീക്ഷണം. ആ ലിസി, പറയടി. ജിജോ, നീ എവിടെയാ? ഞാൻ ദേ ഒരാളെ കാണാൻ വേണ്ടി പുറത്തിറങ്ങിയതാ. മീറ്റിംഗ് വല്ലതും ആണോ? അല്ലല്ല, ഞാൻ ഒരു പയ്യനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. നീ നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാനൊന്നും ഉണ്ടാക്കാതല്ലേ ഇങ്ങോട്ടേക്ക് പോന്നേ. അല്ല, അത് കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു. ജിജോ, നാളെ നീ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് വീട്ടിൽ പോവാം. എന്താ ലിസി, എന്ത് പറ്റി? ഒന്നുമില്ല, നീ നാളെ ഇങ്ങോട്ടേക്ക് വാ. പിന്നെ രാവിലെ പറഞ്ഞതിന് സോറി. അതൊന്നും സാരമില്ലടേ, നീ പറഞ്ഞത് ശരി, എൻ്റെ ഭാഗത്ത് തെറ്റ്. ലിസി, സോറി കേട്ടോ. നീ വാ ഇങ്ങോട്ടേക്ക്.